ഹായ്, വെൽക്കം. നമുക്കിവിടെ ഫേസ്ബുക്കിൻ്റെ ബേസിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കെല്ലാവർക്കും ഫേസ്ബുക്ക് പ്രൊഫൈലുണ്ട്. പക്ഷേ പല ആളുകൾക്കും ഒന്നിൽ കൂടുതൽ പ്രൊഫൈലുകൾ കാണും. ഒന്നിൽ കൂടുതൽ പ്രൊഫൈലുകൾ ഫേസ്ബുക്ക് അതിനെ കണക്കാക്കുന്നത് ഫേക്ക് ഐ ഡി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഫേക്ക് ഐ ഡികളെ നമ്മൾ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ ഫേസ്ബുക്ക് ഐ ഡിയിൽ, അതായത് ഫേക്ക് ആയിട്ടുള്ള ഐ ഡിയിൽ ഏതെങ്കിലും പേജുകളോ ഗ്രൂപ്പുകളോ ഒക്കെ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പേജിനെ നമ്മൾ ഒറിജിനൽ പ്രൊഫൈലിനെ അഡ്മിൻ ആക്കിയിട്ട് മാറ്റുക. എന്നിട്ട് നമ്മുടെ ഒറിജിനൽ പ്രൊഫൈലിൽ ആ പേജ് കറക്റ്റായിട്ട്, അതായത് കറക്റ്റ് മെസ്സേജ് അയക്കാനും അതായത് പോസ്റ്റ് അടിക്കാനും എല്ലാം നല്ല രീതിയിൽ വർക്കായി ചെയ്തതിന് ശേഷം, എല്ലാം ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആയതിനു ശേഷം നമ്മുടെ ഈ ഫേസ്ബുക്കിൻ്റെ ഫേക്ക് ഐ ഡി നമ്മൾ റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് ഐ ഡി എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇപ്പോൾ നമ്മൾ ഒരു ഫേസ്ബുക്കിൻ്റെ പേജ്, നമ്മൾ ഫേക്കിലുള്ള ഒരു പേജ് എടുക്കാം. ഈ പേജിനെ നമ്മൾ എങ്ങനെയാണ് അഡ്മിൻ ആക്കി, ഈ ഫേസ്ബുക്ക് പേജിൻ്റെ അഡ്മിൻ എങ്ങനെ നമ്മുടെ ഫേസ്ബുക്ക് ഒറിജിനൽ പ്രൊഫൈലിനെ അഡ്മിൻ ആക്കാം എന്നുള്ളത് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ ഈ ഫേസ്ബുക്കിൻ്റെ ഈ പേജ് ഇവിടെ നമ്മൾ ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതിൻ്റെ സെറ്റിങ്സ്, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യാം. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നുകൂടെ താഴെ പോയി കഴിഞ്ഞാൽ പേജ് സെറ്റപ്പ് കാണും. ഈ പേജ് സെറ്റപ്പും നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ കാണുന്ന നെയിം, പേജ് ആക്സസിലെല്ലാം പോയിട്ട് പേജ് ആക്സസിൻ്റെ വ്യൂവിൽ ക്ലിക്ക് ചെയ്യുക. പുതിയത് ഇത് പീപ്പിൾ വിത്ത് ഫേസ്ബുക്ക് ആക്സസ് എന്നുള്ള അതിൽ ആഡ് ന്യൂ കൊടുക്കുക. ആഡ് ന്യൂ കൊടുത്തിട്ട് ഈ ഭാഗം കഴിഞ്ഞ് നെക്സ്റ്റ് അടിക്കുക. ഭാഗം വായിച്ച് നോക്കിയൊക്കെ മനസ്സിലാക്കിയ ശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കുക. എന്നിട്ട് നമ്മൾ ഒറിജിനൽ പ്രൊഫൈലിൻ്റെ ആ പേര് ഇവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ അവരെ നമ്മൾ ഒറിജിനലിനെ ചൂസ് ചെയ്തതിന് ശേഷം അലോ ദിസ് പേഴ്സൺ ടു ഹാവ് ഫുൾ കൺട്രോൾ എന്നുള്ള ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഗിവ് ആക്സസ്, എന്നിട്ട് ഇവിടെ നമ്മുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് കൺഫേം കൊടുക്കുക. കൺഫേം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ ഫസ്റ്റ് ഓപ്പൺ ആക്കി പോകുന്ന പോലെ നമ്മൾ ആ കൊടുത്ത ആളുടെ പേര് ഇവിടെ വരും. കണ്ടോ, ഈ ആൾ എല്ലാ പെർമിഷനും കൊടുത്തതിൻ്റെതും പിന്നെ ഇൻവിറ്റേഷൻ എക്സ്പ്രസ് ഇൻ 31 days കാണും. എന്നിട്ട് നമ്മൾ ഒറിജിനൽ പ്രൊഫൈലിലോട്ട് നമ്മൾ ഓപ്പൺ ആക്കിയതിന് ശേഷം അവിടെ ഒരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടാകും, നമ്മൾ അഡ്മിൻ ആക്കിയിട്ടുള്ള അത് ചൂസ് ചെയ്യുക. അത് ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ പേജിൻ്റെ അഡ്മിൻ ഒറിജിനൽ പ്രൊഫൈൽ, നമ്മൾ ആ പേജിന് ഓരോ പേജിൽ എന്തെങ്കിലും ബാക്കിയുള്ള പേജിൽ എന്താ പറയുക, നമ്മൾ ആഡും പോസ്റ്റും കമൻസും ബാക്കിയുള്ള എല്ലാം ചെയ്ത് നോക്കുക. എല്ലാം ഓക്കെ ആയതിനു ശേഷം നമ്മളുടെ ഫേക്ക് ഐ ഡി നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇനി നമ്മൾ നമ്മുടെ ഒറിജിനൽ ഫേസ്ബുക്ക് പ്രൊഫൈലിന് നമ്മൾ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യണം. ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഒറിജിനൽ പ്രൊഫൈൽ ഓപ്പൺ ആക്കി വെക്കുക. ഓക്കെ, ഈ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഓപ്പൺ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, അടുത്ത ബാറിൽ നമ്മൾ facebook.com/id ഈ URL അടിച്ചതിന് ശേഷം എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജ് ഓപ്പൺ ആകും. ഞാൻ ഓൾറെഡി ഐ ഡി വെരിഫൈ ചെയ്ത കാരണമാണ് ഈ യുവർ ഐഡൻറ്റിറ്റി ഇൻഫർമേഷൻ ഈസ് കൺഫേംഡ് എന്ന് വന്നത്. അത് നിങ്ങളുടേത് ഐ ഡി വെരിഫൈ ചെയ്തിട്ടെങ്കിൽ അവിടെ വെരിഫൈ ചെയ്യാനും വേണ്ടി പറഞ്ഞിട്ട് ഒരു ഇൻഫർമേഷൻ വരും. അപ്പോൾ അത് എന്താണോ ചോദിച്ചത് കറക്റ്റ് ഇവിടെ നമ്മളത് ചെയ്ത് കൊടുക്കുക. എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നുള്ളത് കറക്റ്റ് നമ്മളവിടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മളുടെ ഒരു ഐ ഡി, ഉദാഹരണത്തിന് ആധാറോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ എന്താണ് നമ്മുടെ കയ്യിലുള്ളത് അതെടുത്തിട്ട് നമ്മളൊരു വൈറ്റ് പേപ്പർ എടുക്കുക. ഈ വൈറ്റ് പേപ്പറിൽ നമ്മൾ ഇത് ഇപ്പോൾ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്കാൻ ചെയ്യുമ്പോൾ ഒരു കുറച്ച് സ്പേസ് 4 ഭാഗത്തും ഗ്യാപ്പ് വിടണം. അതായത് ഒരു 1 സെൻറ്റിമീറ്ററെങ്കിലും വിട്ട് സ്കാൻ ചെയ്തതിന് ശേഷം വേണം നമ്മളത് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ. ഇതിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അവർ അതിൻ്റെ സൈസ് 1500 പിക്സൽ ടു 1000 പിക്സൽ ആയിരിക്കും അത് അവർ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അടുത്ത് അതിൻ്റെ
സൈസ് കറക്റ്റ് ചെയ്യാനുള്ള ടൂൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ URL canva.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരും. ആ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കറക്റ്റ് ഇതിൻ്റെ സൈസ് എല്ലാം ചെയ്യാൻ കഴിയും. അപ്പോൾ തന്നെ നമുക്ക് അത് അപ്ലോഡ് ചെയ്യാനും കഴിയും. ഇത് ഫ്രീ ആണ്. നമുക്ക് അത് ഈ ക്യാൻവ എന്ന് പറഞ്ഞ ആപ്പ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാനൊന്ന് ഇവിടെ കാണിക്കാം. ഈ ക്യാൻവ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷന് ക്യാൻവ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇതുപോലെ ഉണ്ടാവും. ഇത് ഓപ്പൺ ആയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് ഡിസൈൻ, ഈ റൈറ്റ് സൈഡിൽ ടോപ്പിലുള്ള ക്രിയേറ്റ് ഡിസൈൻ എന്നുള്ള അത് ഓപ്പൺ ആക്കുക. എന്നിട്ട് ഇവിടെ താഴെ കസ്റ്റം സൈസ് എന്ന് കാണും. ഈ കസ്റ്റം സൈസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ വിഡ്ത്തിൽ 1500, പിന്നെ ഹൈറ്റിൽ 1000 കൊടുത്ത് ഇവിടെ പിക്സലാണെന്ന് ഉറപ്പ് വരുത്തുക. ഇവിടെ വേറെ ഓപ്ഷൻ ഇവിടെ പോപ്പപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചും മില്ലിമീറ്റർ സെൻറ്റിമീറ്റർ എല്ലാം കാണാം. അപ്പോൾ പിക്സലാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ക്രിയേറ്റ് ന്യൂ ഡിസൈൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഡിസൈൻ, എലമെന്റ്സ്, ടെക്സ്റ്റ്, ബ്രാൻഡ്, അപ്ലോഡ് എന്ന് കാണും. ഈ അപ്ലോഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ അപ്ലോഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ നമ്മൾ ഈ അപ്ലോഡ് ഫയലിൽ ഇമേജസ്, വീഡിയോ, ഓഡിയോ കാണാം. അപ്പോൾ ഇത് നമ്മൾ ഇമേജസ് തന്നെയാണ് ഉറപ്പ് വരുത്തിയതിന് ശേഷം അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ലോഡ് ഫയൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ഇവിടെ അപ്ലോഡ് ആവും. ഈ അപ്ലോഡ് ആയതിനു ശേഷം നമ്മൾ അതിനെ ഈ ഭാഗത്തോട്ട് കൊണ്ടുവരണം. അത് നമ്മൾ ഇപ്പോൾ ഉദാഹരണം ഞാൻ ഇതാണ് ചൂസ് ചെയ്യുന്നത്, നമുക്ക് ഈസി ആവാൻ വേണ്ടി. അത് വേറെ സൈസിലാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനെ ഈ സൈഡിലോ എവിടെയും പിടിച്ച് ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് അതിൻ്റെ ഈ ഫുൾ പേജിലോട്ട് ആക്കുക. ഈ ഫുൾ പേജിലാക്കി നമ്മൾ അതിൻ്റെ കറക്റ്റ് പൊസിഷൻ ആക്കിയതിന് ശേഷം ഇവിടെ ടോപ്പിൽ ഷെയർ എന്നുള്ള ഈ ബട്ടൺ, ഈ ഷെയർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ കാണും. ഈ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് ഈ PNG, ഇവിടെ ഫയൽ ടൈപ്പ് ഉണ്ടല്ലോ, അവിടെ നമുക്ക് ഏതാണ് ഒന്നുകിൽ PNG ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ JPG ചൂസ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ഏതാ വേണ്ടത് തിരഞ്ഞെടുത്തതിന് ശേഷം ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് കൊടുത്തിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണ് നമ്മൾ സേവ് ചെയ്യുന്നത് അവിടെ നമ്മൾ അങ്ങ് സേവ് ചെയ്തേക്കുക. ഓക്കെ, സേവ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇതവിടെ വന്നു. ഓളെ, അപ്പോൾ ഇനി നമ്മൾ ഇത് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ ഇവിടെ ഇവിടെ നമ്മളത് ക്ലിക്ക് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ 24 മണിക്കൂറോ 48 മണിക്കൂറോ എടുക്കും. വീണ്ടും നമ്മൾ ഇതേ തന്നെ വെച്ചിട്ട് facebook.com/id എന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് വെരിഫൈ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ യു ഐഡന്റിറ്റി ഇൻഫർമേഷൻസ് കൺഫേം എന്ന് വരും. അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവിടെ എന്താണോ നമ്മൾ കറക്ഷൻ ചെയ്യേണ്ടത് അത് നമുക്ക് അവിടെ ഇൻഫർമേഷൻ വരും, അല്ലെങ്കിൽ നമ്മളെ ഇമെയിലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇമെയിൽ ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് ബാക്കിയുള്ള മുന്നോട്ട് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫേസ്ബുക്ക് നമ്മുടെ പ്രൊഫൈലിൻ്റെ ഫേക്ക് ഐഡിയ നമ്മൾ റിമൂവ് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പേജ്, ആ ഫേസ്ബുക്ക് ഫേക്ക് ഐഡിയുള്ള പേജിൻ്റെ അഡ്മിനെ നമ്മൾ ഒറിജിനൽ പ്രൊഫൈലാക്കി മാറ്റുക. അതിനുശേഷം ഫേസ്ബുക്ക് ഫേക്ക് ആയിട്ടുള്ള ഐഡിയ നമ്മൾ റിമൂവ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പരസ്യം എല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫേസ്ബുക്ക് നമ്മുടെ ഐഡിയ ബ്ലോക്ക് ചെയ്യും. ചിലപ്പോൾ അതിനെ പെർമനൻ്റ്ലി ബ്ലോക്ക് ആക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി എല്ലാം കറക്റ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ ഫേസ്ബുക്ക് ID വെരിഫൈ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.